Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സൗമ റംബായുടെ വലിയ നോമ്പിൻ്റെ കാലം ജീവിത നവീകരണത്തിൻ്റെ കാലമാണ്. അതുകൊണ്ടാണ് തിരുസഭാ മാതാവ് ഇന്നത്തെ തിരുലിഖിത വായനകളെല്ലാം ജീവിത നവീകരണത്തിന് നാം സ്വീകരിക്കേണ്ട മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷത്തിലെ 5, 6, 7 അധ്യായങ്ങളിലെ ഗിരിപ്രഭാഷണമാണ് ഈശോയെ അനുഗമിക്കുന്നവരുടെ, ഈശോയുടെ ശിഷ്യരുടെ ജീവിത മാർഗരേഖ എന്ന് നമുക്കറിയാം. ഈ 3 അധ്യായങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് വിവരിക്കുന്ന 3 വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളാണ്. അത് യഹൂദ മതജീവിതത്തിൻ്റെ ആയാലും ക്രൈസ്തവ മതജീവിതത്തിൻ്റെ ആയാലും ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത് ഈ 3 ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്. അത് ദാനധർമ്മവും പ്രാർത്ഥനയും ഉപവാസവുമാണ്. 3 ഒരു യഹൂദനെ മറ്റ് ജനതകളിൽ നിന്ന് വേർതിരിച്ച് നിർത്തിയിരുന്നത്. ഇത് തന്നെയാണ് പുതിയ നിയമത്തിൽ ഈശോയെ അനുഗമിക്കുന്നവരുടെ, മിശിഹാനുയായികളുടെ മുഖമുദ്രയായിട്ട് ഈശോ ചൂണ്ടിക്കാണിക്കുന്നത്. ഗിരിപ്രഭാഷണം എന്താണ് എന്ന്, മലയിലെ പ്രസംഗത്തിൻ്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഈശോ പറയുന്ന ആ വചനം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നിങ്ങളുടെ നീതിനിഷ്ഠ നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിനിഷ്ഠയെ അതിശയിക്കുന്നില്ലെങ്കിൽ, കവിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ഈശോ അവിടെ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഈ 3 അധ്യായങ്ങളിലെ ഈശോയുടെ പ്രബോധനങ്ങൾ മുഴുവനും സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള വഴികളാണ് പറയുന്നത്. അതിലെ പ്രധാന പ്രമേയമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ നീതിനിഷ്ഠ, നിങ്ങളുടെ വിശ്വാസ ജീവിത ശൈലി അത് നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിനിഷ്ഠയെ, നിയമാനുഷ്ഠാനത്തെ, വിശ്വാസ ജീവിതത്തെ അതിശയിക്കുന്നതാകണം, കവിഞ്ഞു നിൽക്കുന്നതാകണമെന്നാണ്. അപ്പോൾ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ, നീതിനിഷ്ഠമായ ജീവിതത്തിൻ്റെ, നീതിക്കനുസരിച്ചുള്ള ജീവിതത്തിൻ്റെ, ദൈവകൽപ്പനകൾക്കനുസൃതമായ ജീവിതത്തിൻ്റെ 3 മാനങ്ങളായിരുന്നു ദാനധർമ്മവും പ്രാർത്ഥനയും ഉപവാസവും. അപ്പോൾ അവിടെ ഈ 6-ാം അധ്യായത്തിൽ ഈശോ എടുത്തു കാണിക്കുന്നത് നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ദാനധർമ്മം എപ്രകാരമാണ്, പ്രാർത്ഥന എപ്രകാരമാണ്, ഉപവാസം എപ്രകാരമാണ്, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് എടുത്ത് കാണിക്കുന്നു. മറിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതിനെ കവിഞ്ഞു നിൽക്കുന്ന, അതിൽ നിന്ന് ഉപരിയായി നിൽക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണം ദാനധർമ്മം ചെയ്യേണ്ടത്, എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്രകാരമാണ് ഉപവസിക്കേണ്ടത് എന്നാണ് ഈശോയെ അനുഗമിക്കുന്നവർക്കുള്ള ജീവിത മാർഗദർശനമായിട്ട് നിർദ്ദേശിച്ച് നൽകുന്നത്. മലയിലെ പ്രസംഗത്തിൽ മലയിലേക്ക് കയറി പോകുന്ന ഈശോ മലയിൽ ഇരുന്ന് കഴിയുമ്പോൾ തൻ്റെ അടുത്ത് വന്ന ശിഷ്യന്മാരോടും പിന്നെ ജനക്കൂട്ടത്തോടുമായിട്ടാണല്ലോ ഈ 3 അധ്യായങ്ങളിലെ പ്രബോധനങ്ങൾ മുഴുവനും നൽകുന്നത്. യഹൂദരുടെ ഈ നിയമാനുഷ്ഠാനത്തിൻ്റെ, വിശ്വാസ ജീവിതത്തിൻ്റെ പ്രശ്നമായിട്ട് 3 ഈശോ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ കപടനാട്യമാണ്. കപടനാട്യക്കാരായ ഫരിസേയരും നിയമജ്ഞരും ചെയ്യുന്നത് പോലെ ചെയ്യരുതെന്നാണ് ഈ 3 കാര്യത്തെക്കുറിച്ചും ഈശോ പറയുന്നത്. നിങ്ങളുടെ ആമുഖത്തിൽ തന്നെ 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ ഈശോ പറയുകയാണ്, നിങ്ങളുടെ സൽപ്രവർത്തികൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അതിന് ധ്വനിയുണ്ട്. യഹൂദരുടെ നിയമജ്ഞന്മാരുടെ, ഫരിസേയരുടെ നിയമാനുഷ്ഠാനം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന്. ക്രിസോസ്തോം സഭാപിതാവ് ചോദിക്കുന്നുണ്ട്, ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ, നിങ്ങളുടെ സൽപ്രവർത്തികൾ മറ്റുള്ളവർ കണ്ട് സ്വർഗീയ പിതാവിനെ അവർ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. ഇതേക്കുറിച്ച് ക്രിസോസ്തോം പിതാവ് പറയും, കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതും മറ്റുള്ളവർ കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന്. നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ കർത്താവിൻ്റെ പ്രമാണമനുസരിച്ച് അവിടുന്ന് സ്നേഹിച്ചതുപോലെ, അവിടുന്ന് ക്ഷമിച്ചതുപോലെ, അവിടുന്ന് സമാധാനം സ്ഥാപിച്ചതുപോലെ നമ്മളും ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രകാശം ഏറ്റുവാങ്ങി അത് പ്രതിഫലിപ്പിക്കുമ്പോൾ, അപ്പോൾ പീഠത്തിന്മേൽ ഉയർത്തപ്പെട്ട ദീപമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ലക്ഷ്യം മറ്റുള്ളവരെ കാണിക്കുന്നതല്ല, പക്ഷെ മറ്റുള്ളവർ അത് കാണും. അവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു, സ്വർഗത്തിൽ പ്രതിഫലമില്ല എന്ന് ഈശോ പറയും. മറിച്ച് നമ്മൾ നിന്ന് കത്തുക, പ്രകാശിക്കുക. അപ്പോൾ നിശ്ചയമായും ജ്വലിക്കുന്നിടത്ത് പ്രകാശം ഉണ്ടാകും, അത് മറ്റുള്ളവർ കാണും.
അത് ഈ പ്രകാശത്തിൻ്റെ ഉറവിടം എന്താണ് ഇവനെ ജ്വലിപ്പിക്കുന്നത്, എന്താണ് ഇവനെ കത്തിക്കുന്നത് എന്ന് ഇവർ അന്വേഷിക്കുകയും ആ ഉറവിടമായ ദൈവത്തിലേക്ക്, ഏകസറ്റ ദൈവത്തിലേക്ക്, അവിടെ നയിച്ച മിശിഹായിലേക്ക് ഈ സൽപ്രവൃത്തികൾ കാണുന്ന, വിശ്വാസാനുസൃത ജീവിതം കാണുന്ന, നിയമമനുസരിച്ചുള്ള ജീവിതം കാണുന്നവർ സത്യദൈവത്തിലേക്കും ഏക ദൈവമായ ഏകരക്ഷകനായ മിശിഹായിലേക്കും വരും. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നാണ് 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നതിൻ്റെ അർത്ഥം. അതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ളതല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യരുതെന്ന് പറയുമ്പോൾ ലക്ഷ്യം അതാകരുത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുതെന്നാണ് ക്രിസോസ്റ്റോം സഭാപിതാവ് പറയുന്നത്. അപ്പോൾ ക്രൊമേഷ്യസ് എന്ന് പറയുന്ന സഭാപിതാവ് പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ മഹത്വമാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗഭാഗ്യത്തിന് അവകാശമില്ല, സ്വർഗ്ഗരാജ്യത്തിൽ നമുക്ക് പ്രവേശനമില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ വെച്ചുള്ള മഹത്വമാണോ, മറ്റുള്ളവരുടെ കയ്യടിയാണോ, പുകഴ്ചയാണോ ആഗ്രഹിക്കുന്നത്, അതോ ദൈവത്തിൻ്റെ അംഗീകാരമാണ്, ദൈവം നൽകുന്ന സമ്മാനമാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ പരിസേയരുടെയും നിയമജരുടെയും നിയമാനുഷ്ഠാനത്തിൻ്റെ പ്രശ്നം അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. അവൾ ദാനധർമ്മം ചെയ്തിരുന്നപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും ഉപവസിച്ചപ്പോഴും എല്ലാം അവരുടെ ശ്രദ്ധ മറ്റുള്ളവരെ കാണിക്കുക, അവരുടെ പ്രശംസ പിടിച്ചു പറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കരുത്, അത് കപടനാട്യമാണെന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ ദാനധർമ്മം ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നതായി കാണപ്പെടുന്നു, ഉപവസിക്കുന്നതായി കാണപ്പെടുന്ന പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ തിരുമുൻപിൽ സ്വയം എളിമപ്പെടുത്തുന്നതിന്, അതിനാണല്ലോ ഉപവാസം. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ പാപം ഏറ്റുപറയുന്നതിനും അവിടുത്തെ മഹത്വം ഏറ്റുപറയുന്നതിനുമാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുന്നത് നമുക്ക് ദൈവം തന്നിരിക്കുന്നവ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് മനസ്സിലാക്കി അത് മറ്റുള്ളവർ കൂടി അവകാശപ്പെട്ടതാണെന്ന് കരുതിക്കൊണ്ട് പങ്കുവയ്ക്കുന്നതാണല്ലോ ധർമ്മദാനം. അപ്പോൾ അത് ആ ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്നില്ല എങ്കിൽ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ വായനകളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നാണല്ലോ ആദ്യത്തെ വായന. 15-ാം അധ്യായത്തിൽ ദരിദ്രനോട്, ഒന്നുമില്ലാത്തവരോട്, അഗതികളോട്, വിധവകളോട്, പരദേശികളോട് എപ്രകാരമാണ് നമ്മൾ കരുണ കാണിക്കേണ്ടത്, നമുക്ക് അവർക്ക് ദാനം ചെയ്യേണ്ടത് എന്നാണ് നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായത്തിൽ മോശയിലൂടെ കർത്താവ് നമ്മൾ അരുളി ചെയ്യുന്നത്. ഈ ഗണത്തിൽപ്പെട്ടവരെ പഴയ നിയമത്തിൽ യാഹ്വയുടെ ദരിദ്രർ, അനവയും യാഹ്വ എന്നാണ് വിശേഷിപ്പിക്കുന്നത് തന്നെ. സുവിശേഷത്തിൽ ഈ ഗിരിപ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ കർത്താവ് പറയുന്നത് അരൂപിയിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം എന്നാണല്ലോ ഈശോ പറയുന്നത്. അപ്പോൾ ആ ദാരിദ്ര്യം, അരൂപിയിലുള്ള ആ ദാരിദ്ര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദാരിദ്ര്യാരൂപി എന്ന് പറയുന്നത് സമ്പത്തുണ്ടെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിലും അത് ദൈവത്തിന് ദാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് കരുതിക്കൊണ്ട് പങ്കുവയ്ക്കുമ്പോഴാണ് ഈ ദാരിദ്ര്യാരൂപി നമുക്കുണ്ടാകുന്നത്. സ്പിരിറ്റ് ഓഫ് പോവർട്ടി, പൂവർ ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ദാരിദ്ര്യാരൂപിയാണ്. ആ ദാരിദ്ര്യർ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ അനവയും യാഹ്വയുടെ, വിധവകളുടെയും അനാഥരുടെയും പരദേശികളുടെയും ഒക്കെ സ്ഥാനത്ത് നിൽക്കുന്ന, പരസഹായം ഇല്ലാതെ നിൽക്കുന്ന അവരുടെ പ്രത്യേകത എന്താണ്? അവർ പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിക്കും. അപ്രകാരം മാനുഷികമായ സപ്പോർട്ടില്ലാതെ നിലയിൽ ഇല്ലെന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുന്നവർ കോടീശ്വരനായാലും അവന് ഈ ദാരിദ്ര്യാരൂപി ഉണ്ടാകും, അത് മറ്റുള്ളവരെ കുറിച്ച് പരിഗണനയുള്ളവരാകുമെന്നാണ് നിയമാവർത്തന പുസ്തകം. തോബിത്തിന്റെ പുസ്തകത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ദൈവത്തെ എങ്ങനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം, കൃതജ്ഞത അർപ്പിക്കാം, ദൈവത്തെ പുകഴ്ത്താം എന്നുള്ളതാകണം നമ്മുടെ ചിന്ത. അല്ലാതെ മറ്റുള്ളവരുടെ നിന്ന് നമുക്ക് പ്രീതി കിട്ടാൻ വേണ്ടിയാകണം. നന്മ ചെയ്യുക, നിനക്ക് തിന്മ ഭവിക്കുകയില്ലെന്ന് ഉറപ്പാണ്. അതാണ് തോബത്തിൽ കർത്താവ് പറയുന്നത്. നമ്മൾ യോഗ്യതയോടുകൂടി നമ്മൾ കൊടുക്കുമ്പോൾ അത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നല്ലതാണ്. അപ്പം നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഉപവാസവും ധർമ്മദാനവും നീതി എന്നിവ യോജിപ്പിക്കണം. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്നത് അതിനോടുകൂടി ധർമ്മദാനവും ഉപവാസവും കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് എന്ന് തോബിയത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദാനധർമ്മത്തെക്കുറിച്ച് തോബിയത്തിൻ്റെ പുസ്തകം പറയുന്നത് ദാനധർമ്മം നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നുവെന്നാണ്, സകല പാപങ്ങളും തുടച്ചു നീക്കുന്നുവെന്നും അവിടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ആ മൂന്ന് കാര്യങ്ങളും, ഉപവാസവും ധർമ്മദാനവും പ്രാർത്ഥനയും ഒന്നിച്ചു പോകുന്നതാണ്. ഇതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നൽകുന്നത് പ്രാർത്ഥനയാണ്, പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് തന്നെ ഒരു ആമുഖവും ഒരു കൺക്ലൂഷനും ഉണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരമാണ് ചെയ്യേണ്ടത്? മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം. ഇതേക്കുറിച്ച് സഭാപിതാവായ ക്രിസോസ്റ്റം തന്നെ പറയും, കതകടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സകല കോലാഹലങ്ങളിൽ നിന്ന് നമ്മൾ മാറിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ വാതായനങ്ങൾ അടച്ചിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ കോലാഹലങ്ങളിൽ നിന്ന്, ബഹളങ്ങളിൽ നിന്ന്, പര്യാകുലതകളിൽ നിന്ന് നമ്മൾ മാറി ഹൃദയത്തിൽ പ്രവേശിച്ച്, അപ്പോൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ
എന്ന് നമ്മൾ കുർബാന മധ്യേ അനാഫറയിൽ ശുശ്രൂഷ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്, ഹൃദയപൂർവ്വമാകണം. അപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ അടച്ചുകൊണ്ട്, അപ്പോൾ അതാണ് ജനലും കതകും അടച്ച് മുറിയിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിയാനും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാനും സാധിക്കുമ്പോഴാണ് ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. ബാഹ്യ ചിന്തകളിൽ നിന്നും ആകുല ചിന്തകളിൽ നിന്നുമെല്ലാം നമ്മൾ ഇതെല്ലാം അടച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാനെന്നാണ് ക്രിസോസ്റ്റം സഭാപിതാവ് പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തെ അവിടുത്തെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ എന്തെങ്കിലും കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവിടുത്തെ ഇൻസ്ട്രക്ട് ചെയ്യാനും വേണ്ടിയിട്ടുമല്ല, മറിച്ച് അവിടുന്നുമായിട്ടൊരു ഇൻറ്റിമേറ്റ് ബന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഇഷ്ടം ദൈവം നടത്തി തരണമെന്നല്ല, നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ളത് തരുവാൻ ദൈവത്തിന് മനസ്സുണ്ടാകണമേ, നമുക്ക് നന്മയ്ക്കായിട്ടുള്ളത് നൽകുവാൻ ദൈവത്തിന് മനസ്സുണ്ടാകണമേ എന്നാകണം നമ്മുടെ യാതന. അപ്പോൾ അതാകരുത്, യാതന മാത്രമാകരുത് നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം, മറിച്ച് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും അവിടുത്തേക്ക് നന്ദി പറയാനും അവിടുത്തോട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പൊറുതി അപേക്ഷിക്കാനും ഒക്കെ ആകണം എന്നാണ് ക്രിസോസ്റ്റം പിതാവിനെക്കുറിച്ച് പറയുന്നത്. തെർത്തുല്യൻ സഭാപിതാവായ തെർത്തുല്യൻ പറയും, നമ്മൾക്ക് കിട്ടിയിരുന്ന ഏറ്റവും വലിയ ഭാഗ്യം ദൈവത്തെ പിതാവെന്ന് വിളിക്കാവുന്നതാണ്. പുത്രനായ ഈശോയിൽ നമുക്ക് പിതാവിനെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന് വിളിക്കുവാനുള്ള ഭാഗ്യമാണ്. നമ്മളെല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണ് എന്നുള്ള ആ സത്യം നമ്മെ വിശ്വാസത്തിൽ ജനിപ്പിക്കുന്ന തിരുസഭ തന്നെയാണ് ഈ ബോധ്യം നമുക്ക് പകർന്നു നൽകുന്നത് എന്നും തെർത്തുല്യൻ നമ്മെ ഓർമ്മയുണ്ട്. ഈ പിതാവെ എന്ന് വിളിക്കുമ്പോൾ ഒരേ സമയം തന്നെ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനവും നമ്മുടെ ആരാധനയുമാണ് എന്നാണ് തെർത്തുല്യൻ പറയുന്നത്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്, അവിടുന്ന് നമ്മുടെ സർവസ്വമാണ്, നമ്മുടെ പിതാവാണ്, അതേസമയം തന്നെ നമ്മൾ അവിടുത്തെ ആരാധിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ധർമ്മദാനം നടത്തുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത്. വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുതെന്ന് പറയുമ്പോൾ രഹസ്യത്തിലാകണം. പബ്ലിസിറ്റി കൊടുത്ത് അതിൽ നിന്ന് കയ്യടി കിട്ടാൻ വേണ്ടി ആകരുത്. അത് രഹസ്യമായിട്ട് ചെയ്യണം. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ സിനഗോഗുകളും നഗരമധ്യത്തിലും നിന്നാകരുത് പ്രാർത്ഥിക്കുന്നത്, മറിച്ച് ആ ഏകാഗ്രതയോടുകൂടി ഹൃദയത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. ഉപവസിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ബാഹ്യമായി മുഖവും കറുപ്പിച്ച് നടക്കരുത്, വലിയ ദുഃഖഭാവത്തിൽ നടക്കരുത്, മറിച്ച് നമ്മൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ധർമ്മദാനം ചെയ്യുന്നതും എല്ലാം രഹസ്യത്തിലായിരിക്കണം. അത് കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരുമെന്നാണ്. അപ്പോൾ ഈ ഗിരിപ്രഭാഷണം മുഴുവൻ്റെയും കേന്ദ്രസ്ഥാനത്ത് 3 അധ്യായങ്ങളാണല്ലോ, 5, 6, 7. ആ 3 അധ്യായങ്ങൾ കേന്ദ്രസ്ഥാനം 6-ാം അധ്യായമാണ്. ഈ 6-ാം അധ്യായത്തിൻ്റെ തന്നെ കേന്ദ്രഭാഗത്ത് നിൽക്കുന്നത് ആദ്യത്തെ 15 വാക്യങ്ങളാണ്. ആ 15 വാക്യങ്ങൾ തന്നെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അതിന് തന്നെ അതിനൊരു ആമുഖവും കൺക്ലൂഷനുമുണ്ട്. ആമുഖത്തിൽ പ്രകാരം പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുതെന്ന് പറയും. പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം 14-ഉം 15-ഉം വാക്യങ്ങളിൽ ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ സാരസംഗ്രഹം എടുത്തു പറയും. നിങ്ങളുടെ ഹൃദയപൂർവ്വം സഹോദരനോട് ക്ഷമിക്കുന്നെങ്കിൽ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ പിതാവ് ക്ഷമിക്കുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവം നിങ്ങളോട് ക്ഷമിക്കണമെന്നാണല്ലോ ഈശോ പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ 2 വശങ്ങളിലാണ്, ഒരു വശം ധർമ്മദാനവും ഒരു വശം ഉപവാസവും അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ത്രയങ്ങളാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രയായിട്ട് ഈശോ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഈ മേഖലകളിൽ ഇവിടെ വേണം നമ്മുടെ ജീവിത നവീകരണം നമ്മൾ വരുത്തുവാനെന്നാണ് സഭാമാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ലേഖനത്തിൽ കൊരിന്ത്യർക്കുള്ള ലേഖനം 2-ാം ലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ എന്താണ് ഈ എല്ലാം ആത്യന്തികമായിട്ടുള്ള ക്രിസ്റ്റലോജിക്കൽ മീനിങ് എന്താണ്, ഇതിൻ്റെ മിശിഹ കേന്ദ്രീകൃതമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സമ്പന്നനായിരുന്ന ദൈവം നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടി ദരിദ്രനായി. അപ്പോൾ ആ മനോഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. സമ്പന്നനായിരുന്നിട്ട് അവിടുന്ന് ദരിദ്രനായി നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടി. അവൻ്റെ ദാരിദ്ര്യത്താൽ അവിടുന്ന് നമ്മെ സമ്പന്നരാക്കി. താല്പര്യത്തോടെ നൽകുന്നവനെ ദൈവം സ്വീകരിക്കും, അവൻ്റെ ദാനം കർത്താവ് സ്വീകരിക്കും എന്നാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സൽക്കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ഈ സമ്പന്നനായിരുന്നിട്ട് ദരിദ്രനായി തീർന്ന മിശിഹായുടെ ചൈതന്യത്തിലേക്ക് നമ്മളും അടുക്കുകയാണ് ചെയ്യുന്നത്, അവിടുത്തെ അനുകരിക്കുകയാണ് ചെയ്യുന്നത് എന്നും സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോമ്പുകാലം ഫലപ്രദമാക്കി തീർക്കുവാൻ വേണ്ടി, അത് നമ്മുടെ ജീവിത നവീകരണത്തിന് അവസരമാകുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നാണ് ഗിരിപ്രഭാഷണത്തിൽ മധ്യ അധ്യായത്തിൽ 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് 3
വിശ്വാസ ജീവിത മതജീവിത ആചാര അനുഷ്ഠാനങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിച്ചുകൊണ്ട് ഈശോ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഇതാണ് ഫരിസേയരുടെയും നിയമിതരുടെയും നീതി, അതിശയിക്കുന്ന നീതി. ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. വചനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുവാനും ജീവിത നവീകരണം കൈവരിക്കുവാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കും.